കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ഇന്ത്യയുടെ വേൾഡ് കപ്പ് ടീമിനെ പ്രഖ്യാപിച്ചത്. പക്ഷേ ഓരോ താരങ്ങളുടെയും പൊസിഷൻ എവിടെയാണെന്ന് ആരും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ ഇന്നലെ നടന്ന പ്രസ് മീറ്റിൽ കോച്ച് ദ്രാവിഡ് ഇത് വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രധാനമായും സഞ്ജുവിനെയും കോഹ്ലിയെ പറ്റിയാണ് ദ്രാവിഡ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദ്രാവിഡ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സഞ്ജുവിനെ ഞങ്ങൾ എടുത്തത് കീപ്പറാക്കാനല്ല. സഞ്ജു ഏത് പൊസിഷനിൽ വേണമെങ്കിലും കളിക്കും. ഓപ്പണിങ്ങിലും 3-ാം നമ്പറിലും 4-ാം നമ്പറിലും അങ്ങനെ ഇന്ത്യയുടെ ഫിനിഷർ റോളിൽ വരെ സഞ്ജു കളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അവനെ എടുത്തത്. രാഹുൽ ആണെങ്കിൽ ഓപ്പണിങ്ങിൽ മാത്രമേ കളിക്കുകയുള്ളൂ. സഞ്ജുവിന്റെ സ്ഥാനം ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഒരുപക്ഷെ സഞ്ജു ഓപ്പണർ ആകാനും സാധ്യതയുണ്ട്. അതുപോലെ സഞ്ജു ഫിനിഷർ ആയേക്കാം. ഓരോ മാച്ചിലെ ഘടന അനുസരിച്ചായിരിക്കും സഞ്ജുവിന്റെ സ്ഥാനം ഞങ്ങൾ തീരുമാനിക്കുന്നത്. രോഹിത് ശർമ്മയും സഞ്ജുവും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്താൽ നല്ലതായിരിക്കും. പക്ഷേ ജയ്സ്വാളും ഓപ്പണറായിട്ടുണ്ട്. കോഹ്ലിയെയും ഞങ്ങൾ ഓപ്പണിംഗിലേക്ക് പരിഗണിക്കുന്നുണ്ട്. ഇതെല്ലാം ഓരോ മാച്ചിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കോഹ്ലിയെയും സഞ്ജുവിനെയും എവിടെ വേണമെങ്കിലും കളിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ ടീമിലെടുത്തത്. സഞ്ജു മികച്ചൊരു കളിക്കാരനാണ്. അവൻ വെസ്റ്റ് ഇൻഡീസ് പിച്ചിൽ കളിച്ച പരിചയമുണ്ട്. അവിടെ അവൻ തകർത്തടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സഞ്ജുവിനെ ടീമിലെടുത്തത്. ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുമായി ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. വേൾഡ് കപ്പ് തുടങ്ങിയാൽ മാത്രമേ ഓരോ താരങ്ങളും എവിടെ കളിക്കുമെന്നതിൽ വ്യക്തത വരുമെന്ന് ദ്രാവിഡ് പറഞ്ഞു. വേൾഡ് കപ്പിൽ സഞ്ജുവിനെ എടുത്താലും സഞ്ജു കളിക്കുമോ എന്നത് തീരുമാനിക്കുന്നത് രോഹിത് ശർമ്മയും കോച്ച് ദ്രാവിഡുമാണ്. രോഹിത് സഞ്ജുവിനെ കളിപ്പിച്ചില്ലെങ്കിൽ പിന്നെ സഞ്ജുവിനെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ഋഷഭ് പന്ത് ഫോമൗട്ടാണെങ്കിൽ കീപ്പർ സ്ഥാനത്തേക്ക് സഞ്ജു വരും. ഇനിയൊരു പക്ഷേ സഞ്ജുവും പന്തും ഒരുമിച്ച് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.